Hi all, welcome to Tutorium Online, Kerala's number one coaching institute for commerce and humanities. I am Gauri Priya. I am first year law student at the National Law University, Odisha. So ഇന്ന് നമ്മൾ ക്ലാറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ സെക്ഷൻസിനും എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത്, റിവിഷൻ്റെ സമയത്ത് അത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ സെക്ഷൻസിനും എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജി കെ ആൻഡ് സി എയിലോട്ട് വരുമ്പം ക്ലാറ്റ് എക്സാമിന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജി കെ ആൻഡ് സി എന്ന് പറയുന്നത്. സോ നമുക്ക് ജി കെയുടെ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ക്രോണോളജിക്കൽ, അതായത് ഓരോ മന്തിലെയും ജി കെ ഇങ്ങനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് പോകുന്ന മെത്തേഡ്. രണ്ടാമത്തത് ടോപ്പിക് വൈസ് മെത്തേഡ്. സോ ഞാൻ ഈ രണ്ട് മെത്തേഡ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നത് മന്ത്ലി ജി കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന മെത്തേഡായിരുന്നു, അല്ലെങ്കിൽ ഓരോ വീക്കിലെയും ജി കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന മെത്തേഡായിരുന്നു. സോ ഈ മെത്തേഡ് ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് വന്നൊരു ഡിഫിക്കൽട്ടി ഞാൻ ആദ്യം പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്വാഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് മെയിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. സോ ഞാനത് എൻ്റെ മെയിലെ ജി കെയിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് ആയപ്പോൾ മറ്റൊരു അപ്ഡേറ്റും കൂടി വന്നു. അപ്പോൾ ഞാനതെൻ്റെ ഓഗസ്റ്റിലെ ബുക്കിൽ എഴുതി. അങ്ങനെ ഇനി വീണ്ടും ചിലപ്പം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ വേറൊരു അപ്ഡേറ്റ് വരും. അപ്പോൾ ഞാനതിൻ്റെ ഒക്ടോബറിലെ ബുക്കിൽ എഴുതും. സോ ഓവറോൾ ക്വാഡിൻ്റെ അപ്ഡേറ്റ്സ് എൻ്റെ കയ്യിൽ ഒരുമിച്ചില്ല. എനിക്ക് റിവൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ക്വാഡിനെ കുറിച്ച് വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ജി കെ കാണും. സോ ആ ഒരു സംഭവത്തിൽ നിങ്ങളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും, എങ്ങനെ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കും. കാരണം ജി കെ ആൻഡ് സി എ ഓഫ് ക്ലാറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പാസേജും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദാറ്റ് പാസേജ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ്, പക്ഷേ എന്നാൽ പോലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ റിവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ജി കെക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് അപ്രോച്ചാണ്. ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്സിനും ഒന്നെങ്കിൽ ഓരോ നോട്ട്സ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഡോക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിന് ഒരു സ്പെസിഫിക് നോട്ട്, സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യക്ക് ഒരു പെർട്ടിക്കുലർ നോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ ഓരോ ടോപ്പിക്സിനും ഓരോ നോട്ട് ബുക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് റിവിഷൻ ആണെങ്കിലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയയും ക്ലിയർ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇനി എങ്ങനെ നമ്മൾ ഡേറ്റ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫാക്ട്സ് എടുക്കും. ഓരോ പാസേജിലും വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ പാസേജ് കാണും, അതുമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ കൂടെ വരുന്നത്. സോ നമ്മളത് എങ്ങനെയാണ് അറിയുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. സോ നമ്മൾ ക്ലാറ്റ് കൺസോർഷ്യത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചിട്ട് വേണം നമ്മൾ ജി കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. സോ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള കാര്യമായിരിക്കും ക്ലാറ്റ് കൺസോർഷ്യം നോക്കുന്നത്. സോ നിങ്ങൾ ചെയ്യാനുള്ളതും അത് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ന്യൂസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അതെന്താണ്, വാട്ട് ഈസ് ദാറ്റ് ഇവൻ്റ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ടാക്കുക. സോ ഒന്ന് വാട്ട് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ ഇവൻ്റ് ആൻഡ് അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വൈ, വെൻ, ഹൂ, ഹൗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് റീസെൻ്റ് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ഓഫ് ഇന്ത്യ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യാസ് 44th വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ ദ യുനെസ്കോ. ഓക്കെ, സോ ഞാനിങ്ങനെ ന്യൂസ് പേപ്പറിലൊരു ന്യൂസ് കാണുന്നു. സോ അതിൽ നിന്ന് ഞാൻ എങ്ങനെ ക്ലാറ്റ് എക്സാമിനായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഞാൻ അന്ന് ചെയ്ത മെത്തേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജി കെക്കായിട്ട്. സോ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന സെൻറ്റൻസ് ഇതാണ്: യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ 44th സൈറ്റ് ഓഫ് ഇന്ത്യയായിട്ട് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് റെക്കഗ്നൈസ് ചെയ്തു. സോ അവിടെ 3 ടേംസ് ഉണ്ടല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്, രണ്ടാമത്തെ ടേം ഇസ് യുനെസ്കോ, ആൻഡ് മൂന്നാമത്തെ ടേം ഇസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. സോ ഈ 3 ടേംസിനെയും റിവോൾവ് ചെയ്തിട്ട് വേണം നമ്മുടെ റിസർച്ച് പോകാനായിട്ട്. സോ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പ്ലസ് യുനെസ്കോയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യാസ് 44th വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഫോളോയിങ് ദ 2024 ഇൻസ്ക്രിപ്ഷൻ ഓഫ് ദ മോയിഡംസ് ഓഫ് ഷെറൈഡോ ആസം. സോ എനിക്കപ്പോൾ അവിടെ 43rd
വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്നും കിട്ടി, വിച്ച് ഇസ് ഷെറൈഡോ മോയിഡംസ് ഇൻ ആസം. സോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. അഗൈൻ 44th വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇസ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്. സോ 44 എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്യാം. സോ സോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ സോഴ്സസ് ആണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് വന്നത് യുനെസ്കോയെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണിത്. സോ യുനെസ്കോയുടെ വെബ്സൈറ്റിൽ പോവുക, അവിടെ എന്തൊക്കെ ഫാക്ട്സ് ആണ്, എന്തൊക്കെ GK ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ക്ലാഡിൻ്റെ പെർസ്പെക്റ്റീവിൽ കിട്ടാൻ പറ്റുന്ന, എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫസ്റ്റ് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു പാസേജിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് നമുക്ക് GK നോട്ടായിട്ട് എടുക്കാൻ പറ്റുന്നത് നോക്കാം. So World Heritage Committee meeting for its 47th session at the UNESCO headquarters in Paris has inscribed the military landscapes of Maratha on the World Heritage list, bringing the total number of World Heritage properties in India to 44. സോ അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒന്ന്, ഇത് അനൗൺസ് ചെയ്തത് എവിടെ വെച്ചാണെന്ന് കിട്ടി. ആ പ്ലേസ് എന്ന് പറയുന്നത് പാരീസ് ആണ്. ആൻഡ് ആ ഈവൻറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 47th സെഷൻ ആണെന്ന് കിട്ടി. സോ 47 എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ വെന്യൂ പാരീസ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അവിടെ നിന്ന് വേറൊരു ഇൻഫർമേഷനും കൂടെ കിട്ടി, യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പാരീസ്. സോ അഗൈൻ അതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് പാസേജ് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ GK നോട്ട് ഡൗൺ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. നമുക്കിനി അടുത്തൊരു സോഴ്സ് നോക്കാം. സെക്കൻഡറി സോഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിക്കിപീഡിയയാണ്. വിക്കിപീഡിയ 100% റിലയബിൾ അല്ല, പക്ഷേ നമുക്കൊരു സെക്കൻഡറി സോഴ്സായിട്ട് വീണ്ടും വെരിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കുറേ ഫാക്ട്സ് പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് 12 ഫോർട്ട്സ് എന്ന് പറയുന്നുണ്ട്. സോ ഏതൊക്കെയാണ് ആ 12 ഫോർട്ട്സ്? അതല്ല 12ൻ്റെയും പേര് പഠിച്ചില്ലെങ്കിലും അതിനെന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 11 is in Maharashtra and 1 is in Tamil Nadu. So which is the fort in Tamil Nadu? That can be a question. സോ അങ്ങനെ വേണം നമ്മൾ ആലോചിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നമ്മൾ 12 എണ്ണവും നോട്ടിൽ എഴുതിയാലും ആ തമിഴ്നാട്ടിലെ ഫോർട്ടെങ്കിലും കൃത്യമായിട്ട് പേര് ഓർത്തിരിക്കുക, വിച്ച് ഇസ് ജിങ്കി ഫോർട്ട്. സോ അതങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് ഇത് അനൗൺസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദ ഫോർട്ട് സ്പാൻ അക്രോസ് ദ ഡൈവേഴ്സ് ടോപ്പോഗ്രഫീസ് ഓഫ് സഹ്യാദ്രി, ഡെക്കൻ പ്ലീറ്റു, കൊങ്കൺ കോസ്റ്റ്, ഈസ്റ്റേൺ ഗട്ട്സ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ആ ഒരു ജിയോഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജിനെ കുറിച്ചൊരു മെൻഷൻ ഉണ്ട്. സോ മറാത്ത കിങ്ഡത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, ആ ഒരു പെർട്ടിക്കുലർ പീരിയഡ്, ആ ഒരു കാലഘട്ടം ഏതാണ്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ എങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നൗ നമ്മൾ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആയിരുന്നു യുനെസ്കോ. സോ എന്താണ് യുനെസ്കോ, അല്ലെങ്കിൽ യുനെസ്കോ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ദാറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ യുനെസ്കോയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എത്ര കൺട്രീസ് ഉണ്ട്, എന്നാണ് യുനെസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ യുനെസ്കോയുടെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് യുനെസ്കോയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ യുനെസ്കോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്, അല്ലെങ്കിൽ യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 3 UNESCO member states are not UN members and 3 UN members are not UNESCO members. സോ അത് ഏതൊക്കെ കൺട്രീസ് ആണ്, കാരണം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി അതുപോലെ തന്നെ യുനെസ്കോ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഞാൻ പറഞ്ഞ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്താണ്, എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇന്ത്യയിൽ എത്ര സൈറ്റ്സ് ഉണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 44 ആണ്. സോ 43 വരെയുള്ള സൈറ്റ്സ് 43യും പഠിക്കണം എന്നല്ല, പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഏതൊക്കെയാണ്, ഇപ്പോൾ ആഗ്ര ഫോർട്ട്, താജ്മഹലൊക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എല്ലോറ അജണ്ട റെക്കഗ്നൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ ഓർ കൾച്ചറൽ, ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് ഓൺലി മിക്സഡ് സൈറ്റ് ഇൻ ഇന്ത്യ. സോ അത് ഏതാണ്, അത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, യുനെസ്കോ വന്നതുകൊണ്ട് തന്നെ
അതർ ഇനീഷ്യേറ്റീവ്സ് ഫ്രം യുനെസ്കോയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് യുനെസ്കോ ലീഡ് ചെയ്യുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. സോ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? അത് ഇന്ത്യയിൽ നിന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആ ലിസ്റ്റിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യുക. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ ഓഫ് തിങ്സ് കാണാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക, അത് പഠിക്കുക, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് ഇത് അനൗൺസ് ചെയ്തതെന്ന്. സോ ഹൂ ഇസ് ദ കറണ്ട് മിനിസ്റ്റർ ഓഫ് കൾച്ചർ? കറണ്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആരാണെന്ന് നോക്കുക. വെൻ വാസ് ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ എസ്റ്റാബ്ലിഷ്ഡ്? അത് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയം തൊട്ടേ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഉണ്ടോ? അതോ അതിന് ശേഷം ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മിനിസ്ട്രി ആണോ മിനിസ്ട്രി ഓഫ് കൾച്ചർ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ജി കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ എത്രത്തോളം അതിൽ റീസേർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. റീസേർച്ച് ഇൻ ദ സെൻസ് നിങ്ങളൊരു ന്യൂസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കുറേ കീ വേർഡ്സ് കിട്ടും. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനിലാണെങ്കിൽ വന്ന 3 കീ വേർഡ്സ് ആണ്. ഏതൊക്കെയാണ്? 1 മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ഓഫ് ഇന്ത്യ, 2 യുനെസ്കോ, 3 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ ആ 3 വേർഡ്സിനെ റിവോൾവ് ചെയ്ത് ആണ് നമ്മൾ എന്ത് ചെയ്തത്? നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ വെൻ, വൈ, ഹൗ, ഹൂ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ യുനെസ്കോയിൽ മെമ്പറായിട്ടും യുഎൻ്റെ ഒരു ഏജൻസിയാണ് യുനെസ്കോ. പക്ഷേ UN മെമ്പർ അല്ലാതെ യുനെസ്കോയിൽ മെമ്പർ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. UN മെമ്പർ ആയിട്ടും യുനെസ്കോയിൽ മെമ്പർ അല്ലാത്ത കൺട്രീസും ഉണ്ട്. സോ അത് ഏതൊക്കെയാണ്? അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. സോ അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ക്ലാറ്റ് കൺസോർഷ്യത്തിന് ടെക്സ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കാനും കൂടി ശ്രമിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ GK and CAയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുള്ളത്. ഞാനൊരു എക്സാമ്പിളായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ കാണിച്ചത്. സോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ സോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡറി സോഴ്സായിട്ട് വിക്കിപീഡിയയും അല്ലെങ്കിൽ ഏതെങ്കിലും റിലയബിൾ സോഴ്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നോട്ട്സ് സ്വന്തമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു കോണ്ടൻറ്റിൻ്റെ ഐഡിയ ഉണ്ടാവും. 2 നിങ്ങൾ എവിടെയാണ് എഴുതിയത്, എന്ത് ഐഡിയയിലാണ് നിങ്ങളത് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്കത് നെക്സ്റ്റ് ടൈം വേറൊരു ടോപ്പിക്ക് വരുമ്പോൾ ആ ഒരു സ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഒരു പെർട്ടിക്കുലർ പാസേജ് വരുന്ന സമയത്ത് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, വിച്ച് വിൽ ഇംപ്രൂവ് യുവർ സ്കോർസ്. സോ അങ്ങനെയാണ് നമ്മൾ ക്ലാറ്റിന് GK പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. നൗ കമ്മിങ് ടു റീഡിങ് കോംപ്രിഹെൻഷൻ. സോ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഏരിയ നോട്ട്സിന് ഒരു 20% ഇമ്പോർട്ടൻസും ബാക്കി ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പ്രാക്ടീസിനുമാണ്. സോ എങ്ങനെയാണ് ആ ഒരു 20% നോട്ട്സിന് ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് നോക്കാം. ഒന്ന് വൊക്കാബുലറി ആണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 24 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ RCക്ക് അതിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മീനിങ്സ് വരുന്നത്. 2 to 3 മാക്സിമം ആണ് മീനിങ്സ് വരുന്നത്. പക്ഷേ ആ 2 to 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാവർക്കും ആ മീനിങ് കിട്ടണം എന്നില്ല. സോ നിങ്ങളത് ആ 2 or 3 സ്കോർസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് മാറും. സോ ആ ഒരു 2 to 3 സ്കോർസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഡെയിലി അറ്റ്ലീസ്റ്റ് 5 വാക്കെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. സോ പഠിക്കുന്ന സമയത്ത് ചുമ്മാ നമ്മൾ ഒരു വാക്ക് നമ്മൾ കിട്ടുന്നു, ആ വാക്ക് നമ്മൾ പഠിക്കുന്നു, മറക്കുന്നു, അതല്ല ചെയ്യാനുള്ളത്. സിസ്റ്റമാറ്റിക്കായിട്ട് ആ വാക്ക് നിങ്ങൾ കൃത്യമായിട്ടൊരു വേർഡ് എഴുതുന്നു, അതിൻ്റെ മീനിങ് എഴുതുന്നു, ആൻഡ് അതിനെ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് നിങ്ങളത് മെമ്മറൈസ് ചെയ്യും. സോ ഇനി എങ്ങനെ നിങ്ങൾ വേർഡ്സ് സെലക്ട് ചെയ്യും? റാൻഡമായിട്ട് 5 വേർഡ് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കുകയാണോ ചെയ്യാനുള്ളത്? അതിനും ഏറ്റവും നല്ല മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആവുന്ന മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് എഡിറ്റോറിയൽസ് ആണ്. എഡിറ്റോറിയൽസിൽ വരുന്ന അൺനോൺ ആയിട്ടുള്ള വേർഡ്സ് അതിൻ്റെ മീനിങ്സ് പഠിച്ച് അതിൻ്റെ സിനോണിംസ് പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റണിംസും പഠിച്ച് അതിന് ഏതെങ്കിലും സെൻറ്റൻസിലൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വൊക്കാബുലറി ബെറ്റർ ആവും. സോ അറ്റ്ലീസ്റ്റ് 5 വേർഡ്സ് എങ്കിലും ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചുമ്മാ വേർഡ് മീനിങ് പഠിക്കാനാണെങ്കിൽ അത് ഈസിയാണ്. പക്ഷേ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നു പോകും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുകയെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ സ്കോർസ്. സോ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നൗ
അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിത്ത് റെസ്പെക്ട് ടു റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ടോൺസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് 2 to 3 എക്സ്പെക്ട് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ടോൺസുമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. എഗെയിൻ ആ ഒരു മാർക്കും ഡിറ്റർമിൻ ചെയ്യും നിങ്ങളുടെ റാങ്ക്. സോ ഒരിക്കലും ഒരു മാർക്ക് വെറുതെ നിങ്ങൾ കളയാനായിട്ട് ശ്രമിക്കരുത്. സോ ടോൺസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോൺസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വി ഹാവ് ദിസ് നെറേറ്റീവ്, വി ഹാവ് ഡിസ്ക്രിപ്റ്റീവ്, വി ഹാവ് അനാലിറ്റിക്കൽ, വി ഹാവ് ക്രിട്ടിക്കൽ, സിനിക്കൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസേജ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോൺസ് ഉണ്ട്. സോ ഈ ടോൺസ് വരുന്ന പാസേജസ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓരോ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ കിട്ടുന്ന ഓരോ പാസേജും RC ആയിക്കോട്ടെ LR ആയിക്കോട്ടെ അതിൻ്റെ ടോൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൺഫേം ചെയ്യുക നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ടോൺ കറക്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ ആദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോൺസ് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണിത് ഡിഫറെൻ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവും നറേറ്റീവും ഡിഫറെൻ്റ് ആവുന്നത്. നറേറ്റീവിനാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റോറി ലൈക്ക് ഫ്ലോ ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവിന് അത് എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നിങ്ങൾ അത് തമ്മിൽ ഡിഫർ ചെയ്യാൻ മനസ്സിലാക്കണം. കാരണം ഓപ്ഷൻ വരുമ്പോൾ എപ്പോഴും ഇത് അടുത്തടുത്ത് ഉണ്ടാവും. സോ അതിനെ നിങ്ങൾ എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യും എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അതെങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള മെത്തേഡ് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നതും നിങ്ങളുടെ ക്ലാരിറ്റി കൂട്ടാനും നിങ്ങളെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവും. നൗ ലോജിക്കൽ റീസണിങ്. സോ ലോജിക്കൽ റീസണിങ്ങും ഞാൻ റീഡിങ് കോംപ്രിഹെൻഷൻ പറഞ്ഞതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് അഫ്കോഴ്സ് പ്രാക്ടീസ് ആണ്. സോ പക്ഷേ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടീസിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതുകൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിന് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സോ ലോജിക്കൽ റീസണിങ്ങിന് ബേസിക്കലി ഒന്ന് നിങ്ങൾ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ RCയിൽ ടൈപ്പ് ഓഫ് ടോൺസ് പറഞ്ഞതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിന് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. കാരണം അങ്ങനെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചിലപ്പം ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു 3 മോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു മോക്കിൽ എന്തായാലും ഒരു ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ നമുക്കത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും സ്ട്രിക്ട്ലി ഉണ്ടാവും എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് പഠിച്ചിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിന് ആൻസർ ചെയ്യാനായിട്ട് ഏത് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റ് ആണെന്നൊരു ഐഡിയ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റ് ഉണ്ട്, കമ്പാരിസൺ, അനാലജി, സ്റ്റാറ്റിസ്റ്റിക്കൽ, അങ്ങനെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് വരുന്ന ടൈപ്പ് ഓഫ് പാസേജസ് ഏതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇക്കണോമിക് പാസേജ് ആണെന്ന് വിചാരിക്കുക, അതിൽ കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ നമുക്കത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. വൺസ് യു സ്റ്റാർട്ട് റിവൈസ് ചെയ്യുന്ന സമയത്തും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. നൗ സ്ട്രെങ്തനിങ് ആൻഡ് വീക്കനിങ് ടെക്നിക്സ്. ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഇസ് സ്ട്രെങ്തനിങ് ദി ഓതേഴ്സ് ആർഗ്യുമെൻറ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് വീക്കനിങ് ദി ഓതേഴ്സ് ആർഗ്യുമെൻറ്റ്. സോ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പലർക്കും ഇപ്പോഴും സ്ട്രെങ്തനിങ് വീക്കനിങ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് കാണും. സോ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറയുന്നത് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാം, എന്താണ് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്ട്രെങ്തനിങ്ങും വീക്കനിങ്ങും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് നമ്മളെ നോട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെങ്തനിങ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എവിഡൻസസ് ആയിരിക്കും. ഇപ്പോൾ ഓതറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എവിഡൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓതറിൻ്റെ ഐഡിയയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. സോ അതൊക്കെ സ്ട്രെങ്തനിങ് ഓപ്ഷൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം വീക്കനിങ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓതറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓതർ പറയുന്നതിന് ഡയറക്റ്റ്ലി ഓൾട്ടർനേറ്റീവ് പറയുന്നൊരു ഓപ്ഷൻ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് എങ്ങനെ സ്ട്രെങ്തനിങ്ങും എങ്ങനെ വീക്കനിങ്ങും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഡൗൺ ചെയ്ത് എക്സാമ്പിൾസും കൂടി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അതിന് 1-2 സ്ട്രെങ്തനിങ് ഓപ്ഷൻസും 1-2 വീക്കനിങ് ഓപ്ഷൻസും എഴുതി അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് പ്രാക്ടീസുമാണ് പ്ലസ് നിങ്ങളുടെ നോട്ട് പ്രിപ്പറേഷനുമാണ്. അത് നിങ്ങളെ ക്ലാരിറ്റി കൂട്ടാനും പ്ലസ് നിങ്ങളുടെ റിവിഷൻ്റെ സമയത്തും ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിന് ചെയ്യാനുള്ളത്. ഇത് എപ്പോഴാണ് ചെയ്യാനുള്ളത്? നിങ്ങളുടെ ഫൗണ്ടേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്താണ് ചെയ്യാനുള്ളത്. വൺസ് യു ആർ ഡൺ വിത്ത് ദിസ് യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ്. ആൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സെക്ഷണൽസിൻ്റെ കൂടെ ചെയ്തു പോവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു സെക്ഷണൽ ടെസ്റ്റ് ഒരു പെർട്ടിക്കുലർ പാസേജ് എടുത്തു. ആ പാസേജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കൊരു മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയത്തേക്ക് ഒരു 3-4 പാസേജ് നിങ്ങൾ സെക്ഷനിൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഓതറിൻ്റെ എടുത്തിട്ട് അതിന് ഇന്ന പോയിൻറ്റ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യും. അത് നിങ്ങൾ സ്വന്തം ക്രിയേറ്റീവ്ലി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക പോയിൻറ്റ്സ്. സോ ദാറ്റ് നിങ്ങളുടെ ബ്രെയിൻ ഈ സ്ട്രെങ്തനിങ് ആൻഡ് വീക്കനിങ് ഓപ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ്ഡ് ആവും. സോ അങ്ങനെ ഒന്ന് സെക്ഷനിൽ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ആൻഡ് ഇത് മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാവില്ല, നമുക്ക് ഡെഫിനറ്റ്ലി മിസ്റ്റേക്ക് പറ്റാം. സോ ദാറ്റ് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടിൽ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ആൻഡ് അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്തു. സോ നമ്മുടെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സിൽ തെറ്റുണ്ടാവും. സോ ആ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് അതിനെ റെക്ടിഫൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് ലോജിക്കൽ റീസണിങ്ങിന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സും. ഒന്ന് ഫൗണ്ടേഷൻസിൻ്റെ സമയത്ത് ആൻഡ് ദെൻ നിങ്ങളുടെ പ്രാക്ടീസ് ഇമ്പ്രൂവ് ആയി വരുന്ന, അതായത് പ്രാക്ടീസ് സ്ട്രെങ്തൻ ആവുന്ന സമയത്തും ലോജിക്കൽ റീസണിങ്ങിൽ നോട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ മെൻറ്ററിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മൾട്ടി ഡയമെൻഷനലി ആലോചിക്കണം, പല പല പേഴ്സ്പെക്റ്റീവ്സിൽ ആലോചിക്കണം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഒരു ബയാസ് ഉള്ളതുകൊണ്ട് അത് ശരിയാകുമെന്ന് വിചാരിക്കരുത്. അവിടെയൊക്കെയാണ് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് മെൻറ്ററിൻ്റെ ഗൈഡൻസ് ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നെ നമ്മൾ ചിലപ്പം ഓക്കെ ഇതാണ് ശരി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യും അല്ലെങ്കിൽ ഒരു ഓപ്ഷനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ എത്ര വേറൊരു ഓപ്ഷൻ അതിന് സ്യൂട്ടാവും തോന്നിയാലും നമ്മുടെ മനസ്സിലൊരു പെർട്ടിക്കുലർ ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മളതിനെ ചൂസ് ചെയ്യാതിരിക്കും. സോ അറ്റ് ദ സെയിം ടൈം നമ്മളതൊരു മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തോട്ട് പ്രോസസ്സിൽ എന്താണ് തെറ്റെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന് സ്കോറും ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ കൺസെപ്റ്റും ക്ലിയർ ആക്കാം. അത് മോക്കിനായിക്കോട്ടെ റിയൽ ക്ലാറ്റ് എക്സാമിനായിക്കോട്ടെ. സോ ഇപ്പോൾ ചെയ്യാനുള്ളത് ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻസിൻ്റെ നോട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കുക. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കാരണം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഡൗട്ട്സും വരും. ആ ഡൗട്ട്സ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ മറക്കരുത് ആൻഡ് അത് മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ക്ലിയർ ആണ്, കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താനും മറക്കരുത്. കാരണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില പോയിൻ്റ് ഓഫ് വ്യൂ ഓക്കെ നമ്മൾ ആലോചിക്കുന്നത് കറക്റ്റാണ്, ചിലപ്പോൾ നമുക്ക് സ്കോർ ചിലതിനൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ ഇന്നത് കറക്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂ തെറ്റായിരിക്കും, നിങ്ങൾക്കത് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ശരിയായതായിരിക്കും നേരത്തെ ഓപ്ഷൻ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇസ് റൈറ്റ് ഓർ റോങ്, വെദർ യുവർ അപ്രോച്ച് ഇസ് റൈറ്റ് ഓർ റോങ് തുടങ്ങിയ കാര്യങ്ങൾ. സോ ലോജിക്കൽ റീസണിങ് അങ്ങനെയാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നൗ കമ്മിങ് ടു ലീഗൽ റീസണിങ്. എങ്ങനെയാണ് ലീഗൽ റീസണിങ്ങിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത്? സോ ഞാൻ GK കാര്യം പറഞ്ഞതുപോലെ തന്നെ ലീഗൽ റീസണിങ്ങിനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. GK അത്രയും വാസ്റ്റ് ആയിട്ട് നിങ്ങൾ ലീഗൽ റീസണിങ്ങിന് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ചില കാര്യങ്ങളിൽ നോട്ടുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ലീഗൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ലീഗൽ പ്രിൻസിപ്പിൾസ് തറവാക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, ടോട്ട് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ചില സമയത്ത് ക്രിമിനലും വരാറുണ്ട്, പക്ഷേ ക്രിമിനൽ വരുന്ന വളരെ കുറവാണ്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും വരുന്നത്. സോ ഈ കോൺട്രാക്റ്റിൻ്റെയും ടോട്ടിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ്സിൻ്റെ നോട്ട് കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സോ ദാറ്റ് ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ച് അല്ലെങ്കിൽ ഒരു വലിയൊരു നോട്ട് വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. വൺസ് നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അത് ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ മോക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ലീഗൽ റീസണിങ്ങിന് നിങ്ങൾ മോക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട് റെഫർ ചെയ്തിട്ട് മോക്ക് അനലൈസ് ചെയ്യുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. സോ കോൺട്രാക്റ്റ്, ടോട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞിരുന്നത് ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല അതിൽ കൂടുതലുണ്ട്. സോ അത് നിങ്ങൾ നിങ്ങളുടെ ലീഗൽ ഫാക്കൽറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ടോപ്പിക്സിൻ്റെ നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യാം. ഇപ്പോൾ സ്വന്തമായിട്ട് ലീഗൽ നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്കൂളിൽ എഴുതുന്ന പോലെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നൗ ഇത് റിവിഷനും ഹെൽപ്പ് ചെയ്യും. കാരണം അഫ്കോഴ്സ് ക്ലാറ്റ് എക്സാമിന് 2 ദിവസം മുന്നേ നിങ്ങളിത് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 വീക്ക് മുന്നേ വായിക്കുകയാണ്. സോ ദാറ്റ് നിങ്ങളുടെ ലീഗൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്തിട്ട് ക്ലാറ്റ് എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ കൺസെപ്റ്റ് എത്രത്തോളം ക്ലിയർ ആണോ അത് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനും ആക്യുറസി ഇൻക്രീസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ
ഈ പറഞ്ഞ ലീഗൽ പ്രിൻസിപ്പിൾസിൻ്റെ നോട്ട് മാക്സിമം സ്ട്രക്ചർഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ജഡ്ജ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ജഡ്ജ്മെൻറ്റ്സിൻ്റെ കമൻട്രീസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ ലീഗൽ പാസേജസ് ആയിട്ട് വരാറുണ്ട്. സോ ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. വിച്ച് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ഓഫ് ടോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനത് പറയുന്നത് ഒരിക്കലും എല്ലാ ജഡ്ജ്മെൻറ്റ്സും പഠിക്കണമെന്നൊന്നും അല്ല, അല്ലെങ്കിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡൻസ് പഠിക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് പഠിക്കണമെന്നൊന്നും അല്ല. കാരണം അഫ്കോഴ്സ് ക്ലാറ്റ് കൺസോർഷ്യത്തിനും അറിയാം നിങ്ങൾ ലോ സ്കൂളിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലീഗൽ നോളജ് ഉണ്ടാവും അവർ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ പാസേജ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് അത് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോൾ കേശവാനന്ദ ഭാരതി, KS പുട്ടസ്വാമിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ, എന്ത് കൺസെപ്റ്റിനെ റിവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വന്നത്. ഇപ്പോൾ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള ബേസിക് അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് കേസസിൻ്റെയൊക്കെ ഒരു സമ്മപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കി വെക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ടോട്ട്സ് ആണെങ്കിലും ടോട്ട്സ് പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ ഈ ഹൈപ്പോത്തറ്റിക്കൽ ലീഗൽ പാസേജസ് വരുന്ന സമയത്ത് അത് മിക്കവാറും ഇറ്റ് മൈറ്റ് ബി റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. സോ ആ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു നോ വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ ആൻഡ് വിച്ച് ഇസ് ദ റോങ് ആൻസർ. ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആവും എന്നല്ല പറയുന്നത്, പക്ഷേ ടോട്ട്സിൻ്റെയൊക്കെ പല പാസേജസും മോക്ക് ടെസ്റ്റിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പല ലാൻഡ്മാർക്ക് കേസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാസേജും ആയിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ആ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗൽ ഫാക്കൽറ്റിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊടുത്തിട്ടുള്ള 2 എക്സാമ്പിൾ കൂടാതെ അറ്റ്ലീസ്റ്റ് ഒരു 5-6 കേസെങ്കിലും അറിഞ്ഞിരിക്കുക. ടോട്ടിനൊരു 5-6 കേസ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. കോൺട്രാക്റ്റിന് കുറച്ച് കേസ് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. സോ ദാറ്റ് നിങ്ങളെ അത് ക്ലാറ്റിന് ലീഗൽ റീസണിങ്ങിന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. ഇത് 100% കേസ് അനാലിസിസോ അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസോ ഒന്നും വരും എന്നല്ല പറയുന്നത്. പക്ഷേ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. നൗ കമ്മിങ് ടു ലീഗൽ മാക്സിംസ്. ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് ക്ലാറ്റ് പാസേജസിൽ കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് പാസേജാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ലീഗൽ മാക്സിമിനെ റിവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു പാസേജ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറി കൊടുത്തിട്ടുണ്ട്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പാസേജ് കാണും. പക്ഷേ അതിനകത്ത് എവിടെയും ചിലപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ 2025 ക്ലാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലീഗൽ നോളജ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ 26 ക്ലാറ്റിന് നമുക്കത് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഇപ്പോൾ അവർ ചോദിക്കുകയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറി. ഇപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ലീഗൽ മാക്സിമാണ്. കുറച്ചും കൂടി പാടുള്ളൊരു ലീഗൽ മാക്സിം വന്നിട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയണം എന്താണ് അതെന്നുള്ളത്. സോ ലീഗൽ മാക്സിംസ് അറ്റ്ലീസ്റ്റ് ഒരു 30-40 എണ്ണമെങ്കിലും പഠിക്കുക. അതിൻ്റെ മീനിങ്സ് പഠിക്കുക. അത് അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്. നമ്മൾ നേരത്തെ RCയുടെ സിനണിംസ് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും വരില്ല. പക്ഷേ എന്നാലും ലീഗൽ മാക്സിംസ് പഠിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് ലീഗൽ മാക്സിംസും അതിൻ്റെ മീനിങ്സും പ്ലസ് അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നൗ QT. സോ QT എങ്ങനെയാണ് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സോ QTയിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ടാണ് നോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, SI, CI, TSD ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടത്. സോ ഇങ്ങനെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ ഫോർമുലാസും മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒക്കെ എഴുതാനായിട്ട് നോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഒന്ന് നമ്മുടെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞത് ജസ്റ്റ് വായിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്രെയിനിൽ അത് സ്റ്റോറായി നിൽക്കും. ഇപ്പോൾ എക്സാമിന് ഒരു 2 hours മുന്നേ ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സ്കിം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രത്തോളം ബെനിഫിഷ്യലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്നതും നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഇരിക്കുന്നതും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് അത് എഴുതിയത്, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടാണ് നിങ്ങൾ ആ നോട്ട് എഴുതുന്നത്. സോ മാക്സിമം QTക്ക് സ്വന്തമായിട്ട് ഫോർമുലാസ് എഴുതിയ ഒരു നോട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ഏരിയ വരുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അണ്ടർ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജസ് ആണെങ്കിൽ എങ്ങനെയൊക്കെ പെർസെൻറ്റേജ് എന്ന് ക്വസ്റ്റ്യൻ വരാം, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് തന്നെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആക്കി വെച്ച് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കൂടി നോട്ട് ഡൗൺ ചെയ്തിട്ട് ഉള്ള ഒരു നോട്ട് വെക്കുക. ഇനി ക്യൂറ്റിയും നമ്മൾ നേരത്തെ ലോജിക്കൽ റീസണിങ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ പ്രാക്ടീസിന് ഹെൽപ്പ് ചെയ്യും. ആ പ്രാക്ടീസാണ് നമ്മളെ നമ്മുടെ റിയൽ ക്ലാറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ നോട്ട് നമ്മൾ റിവൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ക്യൂറ്റിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽസ് ക്ലിയർ ആക്കിയതിന് ശേഷം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് പ്രാക്ടീസിൻ്റെ കൂടെ ഈ പറഞ്ഞ ഫോർമുലാസ് അഫ്കോഴ്സ് അത് റിവൈസ് ആയി പോവും. അങ്ങനെയാണ് നമ്മൾ ക്യൂറ്റിക്ക് പോകാനായിട്ടുള്ളത്. സോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് മേക്കിംഗ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ സെക്ഷൻസിനും ഡിഫറെൻ്റ് ആണ് നോട്ട് മേക്കിംഗ് മെത്തേഡും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും. ഇപ്പം GK ആൻഡ് CA നോക്കിക്കഴിഞ്ഞാൽ നോട്ട് മേക്കിംഗ് ആണ് എല്ലാം. കാരണം നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവാൻ നോട്ട് വേണം, നിങ്ങൾക്കത് റിവൈസ് ചെയ്യണമെങ്കിൽ നോട്ട് വേണം, ആ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ അത് ആഡ് ചെയ്ത് ആ ഒരു സ്ട്രക്ചറായിട്ട് കീപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതും നോട്ട് മേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ GK ആൻഡ് CAക്ക് സ്ട്രക്ചർഡ് ആയിട്ടുള്ളൊരു നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇൻ കേസ് ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് മുന്നേ ഉള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതും കൂടി റെഫർ ചെയ്യുക. കുറച്ച് സമയം കൂടുതലെടുക്കും, പക്ഷേ ഇപ്പോഴെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ മെത്തേഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനേക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. ഇനി ലീഗൽ റീസണിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ക്ലാരിറ്റി, നമുക്ക് ഓരോ കൺസെപ്റ്റിലും ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ലീഗൽ നോട്ട്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ പറഞ്ഞ ലീഗൽ കൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാസേജ് വന്നു കഴിഞ്ഞാൽ പാസേജ് പാസേജ് 1, 2, 3 തവണയൊന്നും വായിക്കേണ്ട ആവശ്യം വരില്ല. ഒരു തവണ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് സ്കിം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ലീഗലിന് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ വേർഡ് കണ്ടുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ പോകരുത്. പാസേജ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസിലോട്ട് പോകാവൂ. പക്ഷേ ലീഗൽ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്പീഡിൽ പാസേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ലീഗലിൻ്റെ റിവിഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി RC ആൻഡ് LR നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ടോൺസ് അതുപോലെ തന്നെ വൊക്കാബുലറി LR വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലസ് നമ്മളുടെ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. കാരണം ഓരോ മെത്തേഡ്സും മനസ്സിലാക്കാൻ, ഇപ്പം LR വരികയാണെങ്കിൽ സ്ട്രെങ്തനിങ് വീക്കനിങ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സ്ട്രാറ്റജീസ് എന്തൊക്കെ അപ്ലൈ ചെയ്യണം, അതിനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതൊക്കെ നോട്ടായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ജേർണി, അതായത് ആ പ്രാക്ടീസ് ജേർണി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയത്ത് നിങ്ങൾക്ക് ഓരോ റിയലൈസേഷൻസ് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡ് ആകുമ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ സ്മൂത്ത് ആവുന്നത്. സോ അതിനൊക്കെ നിങ്ങളെ നോട്ട് മേക്കിംഗ് ഹെൽപ്പ് ചെയ്യും. ഇനി ക്യൂറ്റിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫണ്ടമെൻ്റൽസിൻ്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ റിവിഷനുമാണ് ക്യൂറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബേസിക്കലി GK ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. സമയമെടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതും GK ആണ്. കാരണം ബാക്കി എന്ന് പറയുന്നത് നമുക്ക് സോഴ്സസ് ഉണ്ടാവും. GKക്ക് ഒരു പെർട്ടിക്കുലർ സോഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് നോട്ട് റീസർച്ച് ചെയ്ത് എടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യും. സോ അങ്ങനെ നമ്മളുടെ എഫേർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് GKക്കാണ്. ആൻഡ് ഇപ്പോൾ ലീഗൽ ആയിക്കോട്ടെ RC ആയിക്കോട്ടെ QT ആയിക്കോട്ടെ നമ്മുടെ എഫേർട്ട് വേണം. കാരണം നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണെങ്കിലേ അത് അത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കുള്ളൂ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിനും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ആൻഡ് I hope it's clear for you. And Tutorium is providing CLAT coaching for the CLAT 2026 exam. I hope you guys have already joined. And if you are join, do join. That's all. Thank you for the day.